Good morning and welcome to വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കേരളീയരുടെ ഒരു സവിശേഷത അവർ ഏറ്റവും വലിയ മനുഷ്യ വിഭവം പുറത്തേക്ക് കടത്തി പണമുണ്ടാക്കുന്ന ഒരു ജനത എന്ന നിലയ്ക്കുള്ളതാണ് എന്ന് നമുക്കറിയാം. 1 ലക്ഷം കോടി രൂപയാണ് പ്രതിവർഷം ആ ഇനത്തിൽ കേരളത്തിൻ്റെ വരുമാനം. അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനം. ഔദ്യോഗികമായി അത് 70,000 എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നെങ്കിലും 1 ലക്ഷം കോടി രൂപയോളം അത് വരും എന്നാണ് അനൗദ്യോഗികമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ മലയാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിൽ പ്രതിസന്ധിയുണ്ടായാൽ, മാന്ദ്യമുണ്ടായാൽ അത് മലയാളിയുടെ അടുക്കളയെ ബാധിക്കുന്ന അവസ്ഥ, അടുപ്പ് പുകയ്ക്കില്ല എന്ന അവസ്ഥ ഒക്കെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പറയേണ്ടി വരുന്നത് ഇന്ന് മലയാളം പത്രങ്ങൾ നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയെ ആസ്പദിച്ചാണ്. ആ വാർത്ത സൗദി സർക്കാർ നേരിടുന്ന സാമ്പത്തിക മാന്ദ്യത്തെ മുൻനിർത്തി അവിടെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ പട്ടിണിയിൽപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. പട്ടിണിയിൽപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് തൊഴിലില്ല, അവർക്ക് ദുരിതമുണ്ട്, അവർ പട്ടിണിയിലാണ് ജീവിക്കുന്നത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിൽ ഏറ്റവും വലിയ ഗൗരവതരമായ ഭാഗം ആ വാർത്തയിൽ 10,000 ആളുകൾക്ക്, മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യ സർക്കാർ സൗദി അറേബ്യയിലേക്ക് ഭക്ഷണം എത്തിച്ചിരിക്കുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തയാണ്. അതായത് ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള ഭക്ഷണം പോലും സമാഹരിക്കാൻ കഴിയാത്ത വണ്ണം സൗദി അറേബ്യയുടെ സാമ്പത്തിക മാന്ദ്യം അവിടെയുള്ള മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. സൗദി അറേബ്യയിൽ മാത്രമല്ല, ഒമാനിലുമൊക്കെ അതാണ് സ്ഥിതി എന്നും വാർത്തയുണ്ട്. ജന്മഭൂമി എന്ന പത്രം, സംഘപരിവാര പത്രം, അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. പല പത്രങ്ങളും അത് ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. സൗദിയിൽ ഭാരത പൗരന്മാർ പട്ടിണിയിൽ. ഭാരതീയരുടെ അവസ്ഥ അതാണ്. 10,000 പേർക്ക് കേന്ദ്രം ഭക്ഷണം എത്തിച്ചു. സാധാരണ വെള്ളപ്പൊക്കവും അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഭക്ഷണം എത്തിക്കുന്നത് എങ്കിൽ പട്ടിണിയെ മുൻനിർത്തി ഭക്ഷണം മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരുപക്ഷെ ഇതാദ്യമായിരിക്കാം ഇന്ത്യക്കാർ നേരിടുന്നത്. സൗദിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട 10,000-ഓളം ഭാരത പൗരന്മാർ സൗദി അറേബ്യയിൽ പട്ടിണിയിൽ. അടിയന്തര സാഹചര്യം മനസ്സിലാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം സൗദിയിലെ ഭാരത കോൺസുലേറ്റ് പൗരന്മാർക്ക് സൗജന്യ ഭക്ഷണ വിതരണം ആരംഭിച്ചു. വിഷയം സൗദി അറേബ്യൻ ഭരണാധികാരികളുമായി ചർച്ച ചെയ്യാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗിനെ സൗദിയിലേക്ക് അയക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും വേഗം സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ 10,000 പേർക്ക് ഭക്ഷണം എത്തിക്കുകയാണ്. ഏകദേശം അത്രയും ആളുകൾ പട്ടിണിയിലുമാണ്. അതിലെത്ര മലയാളികളുണ്ട് എന്നറിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമല്ല. എങ്കിലും മലയാളികളടക്കം വേണമെങ്കിൽ അവരെ തിരിച്ച് സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മാതൃഭൂമി, ഹിന്ദു തുടങ്ങിയ പത്രങ്ങളും ഈ വാർത്ത ഇന്ന് ലീഡ് വാർത്തയാക്കി എത്തിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയും ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ UDF തോറ്റ അമ്പി LDF അധികാരത്തിലേക്ക് വരികയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം UDF പ്രതിപക്ഷമായിരിക്കുമ്പോൾ മാണി കേരള കോൺഗ്രസിൽ പുതിയ ഭൂകമ്പങ്ങൾ ഉരുണ്ടുകൂടുന്നതിനെ സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന UDFുമായി ബന്ധിപ്പിച്ച് ലഭിക്കുന്ന വാർത്ത. നാം ആ വാർത്ത മനസ്സിലാക്കുമ്പോൾ പരാജയപ്പെട്ട UDFന് ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത വണ്ണം വിമത ശബ്ദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അവിടെ ഉയരുകയാണ്. RSPയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയാണ്. JDUവിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയാണ്. ഇതാ ഇപ്പോൾ കേരള കോൺഗ്രസും
അതേ പാതയിലൂടെ സഞ്ചരിച്ച് വിമത സ്വഭാവത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നു. ഇനി ഒരു യോഗവും ആ യോഗ തീരുമാനവും കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് നിയമസഭയിൽ UDFിനൊപ്പമല്ല, പ്രത്യേക പാർട്ടിയായി പ്രത്യേക സ്ഥലം ഇടയായി മാറിത്തീരുന്നു. പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ UDFിൽ നടക്കുന്ന ഈ ഉരുൾപൊട്ടലുണ്ടല്ലോ, മാണി കോൺഗ്രസിൽ നടക്കുന്ന ഈ ധ്രുവീകരണമുണ്ടല്ലോ, അതിന് അരുനിന്നുകൊണ്ട് നാം ആലോചിക്കേണ്ട ഒരു കാര്യം, BJPയുടെ നേതാക്കൾ, അത് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം നോട്ടമിട്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് ശേഷം KM മാണിയെയാണ്. ഫസ്റ്റ് കമ്പനി തന്നെ വെള്ളാപ്പള്ളിയും KM മാണിയുമൊക്കെ ഒന്നിച്ച് നിന്ന് BJP രഥം ഉരുട്ടുന്ന ആ ചിത്രത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആലോചിച്ച് നോക്കുന്നതിൽ ഇപ്പോൾ അപാകമില്ല. കാരണം സാക്ഷാൽ കുമ്മനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു, ആവശ്യമായി വരുന്ന പക്ഷം മാണി കോൺഗ്രസുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുവഴി കൃഷിക്കാരുടെ ഒരു പാർട്ടി, അതുപോലെ തന്നെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പാർട്ടി ഒക്കെ തങ്ങൾക്കൊപ്പം ലഭിക്കും എന്ന സ്വപ്നത്തിലാണ് BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ. അങ്ങനെ മാണി കോൺഗ്രസിൻ്റെ 6 MLAമാർ, മാണി അടക്കമുള്ള 6 MLAമാർ ഇന്നലെ കോട്ടയത്ത്, ആദ്യം പാലയിലായിരുന്നു, അത് മാറ്റി കോട്ടയത്ത് യോഗം ചേർന്നു. ആ യോഗം ചേർന്നതിന് ശേഷമുള്ള തീരുമാനങ്ങൾ എന്ത്? ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്രമാത്രം ഏകപക്ഷീയവുമൊന്നുമല്ല തീരുമാനങ്ങൾ. കേരള കോൺഗ്രസ് UDF വിടുന്നു, അതാണ് തീരുമാനത്തിൻ്റെ ഉള്ളടക്കം. അങ്ങനെ വിടുമ്പോൾ കേരള കോൺഗ്രസ് പിളർന്ന് ജീവിക്കുന്ന, അമീബയെ മാതിരി പിളർന്ന് ജീവിക്കുന്ന ആ പാർട്ടിയുണ്ടല്ലോ, ആ പാർട്ടി വീണ്ടും പിളർന്നുകൊണ്ട് തന്നെയാണ് ആസന്ന മരണശതകത്തിലേക്ക് സഞ്ചരിക്കുന്നത് എന്നുകൂടി വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മംഗളം എന്ന പത്രമാണ് ആ വാർത്ത ലീഡ് വാർത്തയാക്കി നമുക്ക് തരുന്നത്. കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം, പിരിഞ്ഞിരിക്കാൻ മാണി, മുന്നണി വിടില്ല എന്ന് ജോസഫ്. തൊട്ട കൈക്ക് തന്നെ അടുത്ത പിളർപ്പിൻ്റെ സാഹചര്യങ്ങൾ കേരള കോൺഗ്രസിൽ ഒരുങ്ങിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ മംഗളം ഇപ്രകാരമാണ് തരുന്നത്. UDFിൽ തുടരുന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ കലഹം. UDFിൽ ഉറച്ചു നിൽക്കുമെന്ന് PJ ജോസഫ് വ്യക്തമാക്കിയപ്പോൾ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി മാറാനാണ് KM മാണിയെ അനുകൂലിക്കുന്നവരുടെ നീക്കം. മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായെങ്കിലും PJ ജോസഫ് എതിർപ്പ് തുടരുകയാണ്. മുന്നണി വിടില്ല എന്ന് UDF നേതാക്കൾക്ക് ജോസഫ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചരൽക്കുന്നിലെ യോഗത്തിന് മുമ്പായി തീരുമാനമെടുക്കാൻ പാർട്ടി MLAമാരുമായി കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണി കൂടിക്കാഴ്ച ഇന്നലെ നടത്തി. ചരൽക്കുന്നിലെ ആ യോഗം 6-ാം തീയതി നടക്കുന്ന യോഗത്തോടെ കേരള കോൺഗ്രസിൻ്റെ തലവര എന്ത് കേരളത്തിൽ എന്ന് തീരുമാനിക്കപ്പെടും എന്നാണ് മംഗളം എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയിലൂടെ പറയുന്നത്. ജനയുഗം ഇതേ വാർത്ത തന്നെ ലീഡാക്കുന്നു. മുന്നണി മാറാൻ മാണി തന്ത്രം എന്ന ശീർഷകത്തിലാണ് KM മാണിയുടെയും പുത്രൻ്റെയും ചിത്രമടക്കമുള്ള ആ വാർത്ത ജനയുഗം ലീഡ് വാർത്തയാക്കി തരുന്നത്. മംഗളത്തെ എന്ന മാതിരി ആദ്യഘട്ടമായി പ്രത്യേക ബ്ലോക്കായിരിക്കും. ബ്ലോക്കാകുന്നത് കോൺഗ്രസിനെതിരെ പടവെട്ടാൻ. മാണി ഗ്രൂപ്പിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു. UDFിൽ കടുത്ത പ്രതിസന്ധി. ഏതായാലും KM മാണി അടക്കമുള്ള ഒരു വിഭാഗം ഒരു പുതിയ ധ്രുവീകരണത്തിന് വശം വെച്ചുകൊണ്ട് UDF വിടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആദ്യഘട്ടമായി ബ്ലോക്കായിരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് ജനയുഗം പറയുമ്പോൾ ബ്ലോക്കുമില്ല, ഒരു ക്ലോക്കുമില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് ഉമ്മൻചാണ്ടി നിലപാടെടുത്തിരിക്കുന്നത്. കോൺഗ്രസിനെ ആരാണിപ്പോൾ നയിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ലാത്ത ഒരവസ്ഥയാണുള്ളത്. അത് സുധീരനാണോ അതോ രമേശ് ചെന്നിത്തലയാണോ, ഇനി ഒരു പദവിയുമില്ലാത്ത ആഗ്രഹിക്കാത്ത ഉമ്മൻചാണ്ടിയാണോ? ഏതായാലും ഉമ്മൻചാണ്ടി പറയുന്നതേ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കൂ. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയുടെ അവസ്ഥ എന്തു തന്നെയായിക്കൊള്ളട്ടെ, അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യ വാക്കല്ല അവസാന വാക്കും എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ സമയത്താണ് UDFിൽ അന്തഛിദ്രങ്ങൾ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വാർത്തയിലൂടെ.
മാധ്യമപ്രവർത്തകരും യുവ അഭിഭാഷകരും തമ്മിൽ ഉള്ള തർക്കത്തിന് കേരളത്തിൻ്റെ വാർത്താലോകത്തിൽ അതിന് ഒരാഴ്ച പഴക്കം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണത് തീരുക എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിലും തുടങ്ങിയ അവസ്ഥയിലുള്ള അക്ഷാത്ര വീര്യമുണ്ടല്ലോ, അത് ഇരു കൂട്ടർക്കും ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ആദ്യം ഹൈക്കോടതിയുടെ കോമ്പൗണ്ടിൽ തുടങ്ങിയ ആ തർക്കം തുടർന്ന് തിരുവനന്തപുരം കോടതിയിലേക്കെത്തി, പിന്നെ അത് കൊല്ലം കോടതി വഴി കോഴിക്കോട് കോടതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഗൗരവതരമായൊരു പ്രശ്നമായി അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തയനുസരിച്ചാണെങ്കിൽ ഇതുമായി ബന്ധിപ്പിച്ച് മാധ്യമക്കാരോ യുവ അഭിഭാഷകരോ ഒന്നുമല്ല ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നു. അയാൾക്കെതിരെ ഒന്നല്ല 2 കേസുകൾ വരാനും പോകുന്നു. ആ സമയത്ത് കേവലം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമായി ഈ വീറും വാശിയുമൊക്കെ കാണിക്കാൻ കഴിയുമോ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ എന്ന സന്ദേഹം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ മാതൃഭൂമിയുടെ ഇന്നത്തെ ഒന്നാം പുറം വാർത്ത കാണുക. ഇപ്രകാരം പോലീസ് ഓഫീസർക്ക് സുമോദ് എന്നാണ് അദ്ദേഹം ആ SIയുടെ പേര്, അങ്ങനെ പെരുമാറാനുള്ള നിർദ്ദേശം നൽകിയത് ഗവൺമെൻറ് പ്ലീഡർ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നു. ഒരു നിയമ ഉദ്യോഗസ്ഥൻ തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. നിർദ്ദേശം നൽകിയത് ഗവൺമെൻറ് പ്ലീഡർ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച്. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്കെതിരായ പോലീസ് അതിക്രമം. ജില്ലാ കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർ വാഹനവുമായി എത്തുന്നത് തടയാൻ SIക്ക് നിർദ്ദേശം നൽകിയത് ഗവൺമെൻറ് പ്ലീഡറാണ് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശാനുസരണമാണ് മാധ്യമ വാഹനങ്ങൾ കോടതി വളപ്പിൽ പ്രവേശിപ്പിക്കുന്നത് തടയാൻ SI PM വിമോദിന് നിർദ്ദേശം നൽകിയത് എന്ന് ഗവൺമെൻറ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ K ആലിക്കോയ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ MP പ്രേംദാസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. യുവ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ ഇതുവരെ ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു. ഒരു ഗവൺമെൻറ് പ്ലീഡർ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു. അതുമാത്രമല്ല, അഭിഭാഷക സംഘടന ബാർ കൗൺസിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് അനുകൂലമായി ഒരു നിലപാടെടുത്തിരിക്കുന്നതും വാർത്തയായി മാറിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത് അവസാനത്തിലേക്കോ അന്ത്യത്തിലേക്കോ അല്ല എത്തുന്നത്, ഈ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് എത്തുന്നു. എങ്കിലും ഈ മൂപ്പിളമ തർക്കമുണ്ടല്ലോ, അത് പരിഹാരത്തിലേക്ക് തന്നെ നീങ്ങും. ഈ ആഴ്ച ഒരുപക്ഷെ ചൊവ്വാഴ്ചയോ നാളെയോ മറ്റന്നാളോ ഒക്കെയായി അത് വ്യക്തമായ രീതിയിൽ പരിഹരിക്കപ്പെടും. അതിനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ആ പരിഹാര സാധ്യത നിയുക്ത ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. മാതൃഭൂമിയുടെ വാർത്തയും വീക്ഷണവും പേജ് ആ വാർത്തയും തരുന്നു. പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്, നിയുക്ത ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. അങ്ങനെ അധികാരമേറ്റെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള മൂപ്പിളമ തർക്കമുണ്ടല്ലോ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ, ആ തർക്കത്തിൻ്റെ പരിഹാരം സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷിത വാർത്ത ഇന്ന് മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിലേക്ക് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള തർക്കം, ആ തർക്കം പരിഹാര്യമാണ് എന്ന് തന്നെയാണ് നിയുക്ത ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഗൗഡർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ദിനമാണ്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പത്രക്കാരെ വിളിക്കുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് ഉറപ്പില്ല. നമുക്കതിന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും പ്രശ്നം പരിഹരിക്കും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളെ രാഗിൻ കൊച്ചിയിൽ നേരുന്നത് കാണുക. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഹൈക്കോടതി നിയുക്ത ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മോഹൻ ശാന്തന ഗൗഡർ പറഞ്ഞു. താൻ പുതിയ ആളാണ്, കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കണം, എങ്കിലും ഇക്കാര്യങ്ങളിൽ തനിക്ക് ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത് എന്നും കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നതിനായി കൊച്ചിയിലെത്തിയ ജസ്റ്റിസ് മോഹൻ ശാന്തന ഗൗഡർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നതായി ഈ മാതൃഭൂമി വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളെക്കുറിച്ച് നാം സംസാരിച്ചു. സൗദി അറേബ്യയിലെ വാർത്ത,
ചൈനീസ് നിരീക്ഷണം നമ്മുടെ അതിർത്തികളിൽ നടക്കുന്ന വാർത്ത, അതുമാതിരി തന്നെ ക്രീമി ലെയർ പരിധി കേന്ദ്രം 8 ലക്ഷമാക്കുന്നതിനെ സംബന്ധിച്ച വാർത്ത, ദളിത് ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്ന വാർത്ത, ഇതൊക്കെ ദേശീയമായി പ്രാധാന്യമുള്ള വാർത്തകളാണ്. പത്രങ്ങളെല്ലാം അതെല്ലാം ലീഡ് വാർത്തയാക്കിയിരിക്കുമ്പോൾ 2 മലയാള പത്രങ്ങൾ മാത്രം CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ലീഡ് വാർത്തയാക്കുന്നു. ഒരു പത്രം നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്ന മാതിരി മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ ലീഡ് പത്രം ദേശീയ പ്രസക്തിയുള്ള കാര്യങ്ങളൊന്നുമല്ല, അന്തർദേശീയ പ്രസക്തിയുള്ള കാര്യങ്ങളുമല്ല, മറിച്ച് കേരളത്തിന് പോലും വലിയ പ്രസക്തിയുള്ള കാര്യമല്ല, മറിച്ച് കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമാണ് കാണുക. ഗീതാ ഗോപിനാഥിൻ്റെ നിയമനത്തെക്കുറിച്ച് CPM പോളിറ്റ് ബ്യൂറോ എടുത്ത നിലപാടാണ് മലയാള മനോരമയ്ക്ക് ലീഡ് വാർത്തയാക്കാൻ അവരുടേതായ കാരണങ്ങളാൽ പഥ്യമായി തീർന്നിരിക്കുന്നത്. മറ്റ് ഒരു പത്രം കൂടി ഒഴിച്ചാൽ ഒരു പത്രവും ആ പാത പിന്തുടർന്നിട്ടില്ല കേരളത്തിൽ. മലയാള മനോരമ എഴുതുന്നത് കാണുക, അനിഷ്ടമുണ്ട് ഇടപെടുന്നില്ല. PBയുടെ മനോഗതി അതാണ്, ഇടപെടുന്നില്ല, അനിഷ്ടമുണ്ട്. കാരണം ഗീതാ ഗോപിനാഥിൻ്റെ നിയമനത്തിനെ വിമർശിച്ചുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും VS അച്യുതാനന്ദൻ ഒരു കത്ത് പോളിറ്റ് ബ്യൂറോ നേതൃത്വത്തിന്, കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു കത്ത് ലഭിച്ചു എന്ന് കേന്ദ്ര നേതൃത്വം സമ്മതിച്ചിരിക്കുന്നു. എന്താണ് തീരുമാനം അക്കാര്യത്തിൽ? അതേ സംബന്ധിച്ച് അനുകൂലമോ പ്രതികൂലമോ ആയി പ്രതികരിക്കുന്നില്ല PBക്ക് അക്കാര്യത്തിൽ അനിഷ്ടമുണ്ട് എന്ന് മനോരമ കണ്ടെത്തുന്നു, പക്ഷേ ഇടപെടുന്നില്ല എന്നുകൂടി കണ്ടെത്തുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ജോമി തോമസ് ഇങ്ങനെ തരുന്നു. ഹാർവർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഗീതാ ഗോപിനാഥ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരിക്കുന്നത് ഉചിതമല്ലെങ്കിലും ഇപ്പോൾ നിയമനം റദ്ദാക്കുന്നത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഗീതയുടെയും പ്രതിച്ഛായയ്ക്ക് മോശമാണ് എന്ന് CPM പോളിറ്റ് ബ്യൂറോ. എന്നാൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളിൽ ഇടപെടാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമാണ് 2 ദിവസത്തെ PB യോഗത്തിന് ശേഷം നേതാക്കൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. VS അച്യുതാനന്ദൻ ഉൾപ്പെടെ പാർട്ടിക്കകത്തും ഇടതുപക്ഷത്തും നിന്നും പലരും ഗീതയുടെ നിയമനത്തിനെതിരെ ശക്തമായ വിമർശനമുയർത്തി. ആശങ്കയിൽ കാര്യമുണ്ടെന്നാണ് പിണറായി തന്നെ പരസ്യമായി വ്യക്തമാക്കിയത് എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. VS നൽകിയ കത്തും പ്രൊഫസർ പ്രഭാത് പട്നായിക് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ പലരും ഇടത് സമീപനത്തോട് ഒത്തുപോകാത്ത ഗീതയുടെ നിലപാടുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയതും ഏതായാലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിൽ പോലും ഗീതാ ഗോപിനാഥിൻ്റെ ഈ നിയമനത്തെ സംബന്ധിച്ച് എതിർത്ത് ഒരക്ഷരം പറയാനോ അക്കാര്യത്തിൽ ഇടപെടാനോ PB തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ മയ്യൽക്കാരിയായ ഗീതാ ഗോപിനാഥ്, അതുമാതിരി പ്രമുഖ ധനശാസ്ത്രജ്ഞ ആയ ആ മലയാളി യുവതിയുടെ ഉപദേഷ്ടാവ് എന്ന നിലയ്ക്കുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ അവസ്ഥ വിശേഷത്തെ അംഗീകരിക്കുന്നു ഭംഗ്യന്തരേണയെങ്കിലും, അല്ലെങ്കിൽ എതിർക്കുന്നില്ല എന്നാണ് PBയുടെ നിലപാടെന്ന് പറയേണ്ടി വരുന്നു മനോരമയ്ക്ക് പോലും. ഇനി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിപ്പോർട്ട് ചെയ്തത് എന്നല്ല, ലീഡ് വാർത്തയാക്കിയ രണ്ടാമത്തെ പത്രം മനോരമയെപ്പോലെ തന്നെ ദീപികയുമാണ്. ദീപികയും മനോരമയും ഏത് ഗണത്തിൽപ്പെടുന്ന പത്രമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ ശ്രോതാക്കൾക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുകയാണോ ഇതുവഴി എന്നൊക്കെ ആലോചിക്കേണ്ടി വരും. എങ്കിലും ദീപിക തരുന്നത് കാണുക, ഇടപെടാതെ PB എന്ന ശീർഷകത്തിൽ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിൻ്റെ നിയമനം, അക്കാര്യത്തിൽ ഇടപെടാതെ PB. വാർത്തയുടെ വിശദാംശങ്ങൾ ദീപിക തരുന്നത് ഇങ്ങനെ: മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ച വിഷയത്തിൽ തൽക്കാലം ഇടപെടേണ്ട എന്ന് CPM കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് വഴി ആ നിയമനത്തെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്കോ സമ്മതിക്കുന്ന അവസ്ഥയിലേക്കോ ആണ് പോളിറ്റ് ബ്യൂറോ നീങ്ങിയിരിക്കുന്നത് എന്ന് 2 പത്രങ്ങളും ഒരുപോലെ പറഞ്ഞിരിക്കുന്നു. ഒരു പശു ചത്തുപോയാൽ എന്താണ് ചെയ്യുക? അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ വലിയ പ്രസക്തിയില്ല. പശു ചത്തുപോയ പശുവിനെ കുഴിച്ചു മൂടും. മലയാളികൾക്കൊക്കെ സ്വാഭാവികതയിൽ അറിയുന്നൊരു കാര്യമാണ്. അകാലമായി അല്ല ഏതെങ്കിലും നിലവാരത്തിൽ ചത്തുപോയ പശുവിൻ്റെ ഇറച്ചി ഇവിടെ ആരും ഭക്ഷിക്കാറില്ല. എന്നാൽ ശേഷം ഇന്ത്യയിൽ സ്ഥിതി അതാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം
ചത്തുപോകുന്ന കന്നുകാലികളുടെ, പ്രത്യേകിച്ച് പശുക്കളുടെ, അവയുടെ എണ്ണമാണ് കൂടുതൽ. അതിൻ്റെ ഇറച്ചി തിന്നാണ് ഒരുപക്ഷെ ശിഷ്ടം ഇന്ത്യയിലെ ദളിത് വിഭാഗം അവരുടെ വിശപ്പടക്കുന്നത്. അവരെ സംബന്ധിച്ച് പശു എന്നത് മാതാവോ പിതാവോ അമ്മായിയമ്മയോ ഒന്നുമല്ല, മറിച്ച് തങ്ങളുടെ ഭക്ഷണമാണ്. തങ്ങളുടെ അടിസ്ഥാന ഭക്ഷണം പശുവിറച്ചിയാണ്. കാരണം അവർക്കിപ്പോഴും അവരുടെ പട്ടിണിയുടെ ഗതികേടിൽ ലഭിക്കുന്ന ഏക ഭക്ഷണാശ്രയമാണ് പശുവിൻ്റെ ഇറച്ചി. അതാണ് തട്ടിയെടുക്കുന്നത് സവർണ വിഭാഗം അവരുടെ സൈദ്ധാന്തിക ദുശാഠ്യത്തിൻ്റെ മുന്നിൽ. ഏതായാലും അങ്ങനെ ഭക്ഷണമാക്കി മാറ്റിയിട്ടുള്ള ദളിത വിഭാഗം ഈ കുഴിച്ചിടേണ്ട പശുവിനെ കുഴിച്ചിടുന്നതിന് പകരം തൊലി ഉരിച്ച് കുഴിച്ചിട്ടു. തൊലി ഉരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അത് വിറ്റ് കാശാക്കുക എന്ന് മാത്രമാണ്. അങ്ങനെ തൊലി ഉരിച്ച് കുഴിച്ചിട്ടതിൻ്റെ പ്രകോപിതരായ ഗോസംരക്ഷകർ ഗുജറാത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ ആളുകളെ പിടിച്ചുകെട്ടി പൊതിരെ തല്ലുന്നതിൻ്റെ ചിത്രം നാം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു. അത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ BJPക്കെതിരായ ദളിത് വികാരം ആളിക്കത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ പറയുന്നത്. ആ വാർത്തകൾ ധാരാളമായി ഇന്ന് മലയാളം ഇംഗ്ലീഷ് പത്രങ്ങൾ തന്നിരിക്കുന്നു. നമുക്കവ ഒന്നൊന്നായി പരിശോധിക്കാം. ഉന എന്ന സ്ഥലത്താണ് ആദ്യ സംഭവമുണ്ടായത്. ആ സ്ഥലത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഈ വാർത്തകളിലൂടെ നമുക്കത് മനസ്സിലാക്കാനാകും. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. രാജ് എന്ന പത്രം ദേശീയം പേജിൽ ആ വാർത്ത തരുന്നു. ഗുജറാത്തിലെ ഇപ്പോഴുള്ള അവസ്ഥ: ഉന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു, പ്രതിഷേധവുമായി കൂറ്റൻ റാലി എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത സിറാജ് ഉൾപേജിൽ തരുന്നത്. അതിങ്ങനെയാണ്: ചത്ത പശുവിൻ്റെ തൊലിയുരിഞ്ഞ ദളിത് യുവാക്കളെ ഹിന്ദുത്വ പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യോഗേഷ് ഹീരാബായി സൊളാങ്കിയാണ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ മരിച്ചത്. 20ഓളം ആളുകളാണ് ആ സാഹചര്യത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതുമായി ബന്ധിപ്പിച്ച് ഇന്ന് ദേശാഭിമാനി കാണുക: ദളിത് രോഷം അണപൊട്ടി, ഗുജറാത്തിൽ കൂറ്റൻ റാലി. ഉനയിൽ ചത്ത പശുവിൻ്റെ തോലുരിച്ച് ദളിത് യുവാക്കളെ സംഘപരിവാറിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ സർക്കാരിൻ്റെ നിസ്സംഗതയ്ക്കെതിരെ ഗുജറാത്തിൽ ദളിത് രോഷം അണപൊട്ടി കൂറ്റൻ റാലി തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെ വലിയ ദളിത് വിരോധം BJPക്കെതിരെ സംഭവിക്കുന്നു എന്നാണ് ഈ വാർത്ത ഇന്ന് പറയുന്നത്. അതുമായി ബന്ധിപ്പിച്ച് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ, ഹിന്ദു എന്ന പത്രത്തിൽ ഒരു വാർത്തയുണ്ട്: BJP MLA പോസ്റ്റ് വീഡിയോ ലോഡിംഗ് ഉന അറ്റാക്ക്. ഉനായിൽ സംഭവിച്ച ദളിത് ആക്രമണമുണ്ടല്ലോ, അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുജറാത്തിലെ ഒരു MLA, അദ്ദേഹത്തിൻ്റെ പേര് രാജാ സിംഗ് എന്നാണ്. ആ രാജാ സിംഗ് പറയുന്നത് പശു സംരക്ഷകരുടെ പ്രവൃത്തി ശരിയാണ്, ചത്ത പശുവിനെ തോലുരിച്ചാൽ ദളിതരുടെ ചന്തിയുടെ തോലുരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ദൃശ്യകാര്യങ്ങളെ മുൻനിർത്തി BJP ഭരണത്തിൻ്റെ ദളിത് ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി ലീഡാക്കിയിരിക്കുന്നു. BJP ഭരണത്തിൽ ദളിത് ന്യൂനപക്ഷ വേട്ട വ്യാപകം, സർക്കാരും പോലീസും കാഴ്ചക്കാരായി. CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ നിലപാടാണ്. ദേശാഭിമാനി അത് ലീഡ് വാർത്തയാക്കിയിരിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റ്, അതാണ് പത്രങ്ങളെ വിളിക്കുന്ന പേര്. മൂന്നാമത്തെ എസ്റ്റേറ്റാണ് കോടതികൾ. അങ്ങനെയെങ്കിൽ 3ഉം 4ഉം എസ്റ്റേറ്റുകൾ ഏറ്റുമുട്ടണോ? ജസ്റ്റിസ് CS രാജൻ്റെ ഒരു ലേഖനം അതുമായി ബന്ധിപ്പിച്ച് മാതൃഭൂമി എഡിറ്റ് പേജിൽ തരുന്നു. ഇങ്ങനെയാണ് ആ ലേഖനം പറയുന്നത്: സത്യത്തിൻ്റെ മുഖം ക്യാമറ കൊണ്ട് മൂടാം എന്നാരും ധരിക്കരുത്. നിയമ കലാലയത്തിലെ സമരാവേശം നിറഞ്ഞ കാലഘട്ടത്തെപ്പറ്റി മറക്കാൻ പറ്റാത്ത അഭിഭാഷക യുവാക്കളെ നേർവഴിക്ക് നയിക്കാൻ അഭിഭാഷകരിലെ മുതിർന്നവർ മടിക്കരുത്. അതേമാതിരി തന്നെ മാധ്യമരംഗത്തെ നേർവഴിക്ക് നയിക്കാൻ മാധ്യമരംഗത്തെ മുതിർന്നവരും മടിക്കരുത്. ഏറ്റുമുട്ടലിൻ്റെ പാതയല്ല, സമന്വയത്തിൻ്റെ വഴിയാണ് തങ്ങൾക്ക് അഭികാമ്യമെന്ന് അഭിഭാഷകരും പത്രപ്രവർത്തകരും മനസ്സിലാക്കണം. ആ അനുഭവത്തിൽ നിന്ന് ഒരു പുതിയ മാധ്യമ സംസ്കാരവും അഭിലഷണീയമായ അഭിഭാഷക വൃത്തിയും ഉരുത്തിരിഞ്ഞു വരുമെന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ആ ലേഖനമാണ് ജസ്റ്റിസ് CS രാജൻ്റെ ലേഖനം. മാതൃഭൂമി തരുന്നു. അതിനൊപ്പം തന്നെ എന്നാലും വാർത്തകൾ പുറത്തു വരും എന്ന PK പാറക്കടവിൻ്റെ ഒരു ചെറുകുറിപ്പും ഇതിനൊപ്പം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ ചിത്രം.
ഇത്തവണ റിയോ ഒളിമ്പിക്സിലേക്ക് ഇന്ത്യ 119 പേരുടെ ഒരു വലിയ സംഘത്തെ അയക്കുന്നു. ഇന്നലെ റിയോയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം പ്രധാനമന്ത്രി ദില്ലിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. 2020 200 പേരുടെ സംഘത്തെ അയക്കുമെന്ന് മോദി പറയുന്നു. ഹോക്കിയിൽ മിടുക്ക് കാട്ടിയ ധ്യാൻ ചന്ദിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന ചെയ്യുന്ന മോദി ചിത്രം ഹിന്ദു ഇന്ന് 1-ാം പേജിൽ തരുമ്പോൾ വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന റിയോ ഒളിമ്പിക്സ് വലിയ വാർത്തയായി എല്ലാ പത്രങ്ങളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇതോടെ ഇന്നത്തെ വർത്തമാനം സമാഹരിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.